പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിൽ നിന്ന് ജീവൻ കണ്ടെത്തുവാൻ കൃപ പ്രദാനം ചെയ്യണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധമായ ഒരു പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തമ്പുരാൻ ദാനമായി നൽകിയ ഈ സമയത്ത് നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം സ്വർഗം നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം, ആരാധിക്കാം. ഇന്നത്തെ ധ്യാന തിരുവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ആമേൻ. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനം സ്വീകരിച്ച യേശുവിനുമേൽ സ്വർഗം തുറക്കപ്പെട്ടു. പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്നും മുഴങ്ങി. പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് പോലെ ഇറങ്ങി വന്നു. ഇത് ഒരു കേവലം സംഭവം മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. പ്രിയ ദൈവമക്കളെ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. നീ എൻ്റെ പ്രിയപുത്രൻ. ദൈവം യേശുതമ്പുരാനെ പ്രിയപുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ബന്ധത്തിൻ്റെ പ്രഖ്യാപനമാണ്, സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ വാക്കുകൾ യേശുവിനോട് മാത്രമല്ല, പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മോടും കൂടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നാം പലപ്പോഴും കഷ്ടതകളുടെയും കണ്ണുനീരിൻ്റെയും വേദനകളുടെയും മധ്യത്തിൽ നാം തളർന്നു പോകുന്ന പല അവസ്ഥകളിലും നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു, കർത്താവേ, ഞാൻ ആരാണ്? എൻ്റെ വില എന്താണ്? ദൈവം ഇന്ന് നമ്മോട് പറയുന്നു, മകനെ, മകളെ, നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി. ഈ ലോകം നമ്മെ വിധിക്കും. കാരണം വിധികർത്താക്കൾ നമുക്ക് ചുറ്റിലും അനേകരുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ ദൈവം നമ്മെ ഇന്ന് സ്വീകരിക്കുന്നു. ഇരു കരങ്ങളും നീട്ടി അവൻ നിന്നെ ഇന്ന് സ്വീകരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഈ വചനത്തിൽ നാം കാണുന്നത് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്താണ് എന്നല്ല, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം സന്തോഷിക്കുന്ന ഒരനുഭവം, ഒരു മനുഷ്യനിൽ ദൈവം സന്തോഷിക്കുന്നു. അതെന്തുകൊണ്ട്? യേശു തമ്പുരാൻ പാപമില്ലാത്തവൻ, എന്നാൽ അവൻ വിനയത്തോടുകൂടി അവിടെ സ്നാനം സ്വീകരിക്കുകയാണ്. അവിടെ വിനയം, അവന്റെ വിനയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. യേശു തമ്പുരാന്റെ അനുസരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അവന്റെ സ്നേഹം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ്. പ്രിയ ദൈവമക്കളെ, അതാണ് ബാപ്തിസത്തിന്റെ ആത്മീയ അർത്ഥം. യേശു തമ്പുരാന്റെ സ്നാനം നമുക്കൊരു മാതൃകയാണ്. ബാപ്തിസത്തിലൂടെ നാം ദൈവത്തിന്റെ മക്കളായി പാപത്തിൽ നിന്ന് നാം ശുദ്ധരാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മുടെ ജീവിതത്തിലും സത്യമാണ്. ദൈവം നമ്മോട് പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ പ്രായോഗികമാക്കാം, ഈ വചനത്തിൻ പ്രകാരം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നറിയാമോ? നാം സ്വയം തിരിച്ചറിയുക, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന സത്യം. പാപത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, പ്രാർത്ഥനയിൽ ആയിരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അത് ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പോൾ ഈ തിരുവചന പ്രകാരം നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഇപ്പോൾ തന്നെ നമുക്ക് സ്വയം നമ്മോട് ചോദിക്കാം, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ യേശുവിനെ അനുസരിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ തലകൾ ദൈവ മുൻപാകെ വണങ്ങി ഇരു കൈകൾ കൂപ്പിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളെ നിന്റെ പ്രിയ മക്കളാക്കി സ്വീകരിച്ചതിന് തമ്പുരാനെ ഞങ്ങൾ നിനക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിതം നിന്നെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഉത്തമ ഹൃദയങ്ങളാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ നിന്റെ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ തമ്പുരാനെ ഞങ്ങൾക്കും സംഗതിയാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, നിന്റെ പ്രസാദം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സംഗതിയാക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.